ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പാലക്കാടാണ്. ഇപ്പം നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ 10K ഫോളോവേഴ്സായ സന്തോഷത്തിൽ നമ്മൾ ചെയ്തു ഇപ്രാവശ്യത്തെ നമ്മൾ മണി ചാലഞ്ച് വെക്കുന്നത് പാലക്കാട് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ കരിമ്പ് വെച്ചു, അതിന് മുമ്പ് ചർക്കപ്പടി വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് പാലക്കാടാണ്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൈകുന്നേരം നമ്മൾ മണി ചാലഞ്ച് സെറ്റ് വിചാരിക്കണത്. അപ്പോൾ അതിലെ സ്ഥലം നമുക്ക് വൈകുന്നേരം നോക്കണം. അപ്പോൾ ഈ ഒരു ഒടുക്കത്തെ വെയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഒന്ന് ഹൈലൈറ്റ് മാളൊക്കെ ഒന്ന് കറങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും ഈവനിങ് ആവും. ലുലുമാളൊക്കെ ഒന്ന് കറങ്ങി ഇറങ്ങുമ്പോഴത്തേന് ഈവനിങ് ആവും. അപ്പം എന്ത് ചെയ്യാം, കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്താ ലുലുമാളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അതേപോലെ ചലഞ്ച് വെക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, ഓക്കെ. നമ്മളങ്ങനെ ലുലുമാള ഉള്ളിൽ കയറാം. ലുലുമാള ഉള്ളിൽ കയറിയത് ഒടുക്കത്തെ വെയിലാട്ടോ പുറത്ത്. അപ്പോൾ ഇവിടെ കയറിയപ്പോഴാണ് സമാധാനമായത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ലുലുമാൾ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ സെൽറ്റോസ് ഉണ്ട് കേട്ടോ. കിയയുടെ 2026 പുതിയ ലോഞ്ച് ചെയ്ത സെൽറ്റോസ്, പുതിയ മോഡലാണ്, ന്യൂ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഗൈസ്, കിഡിലും വെൽക്കം ആട്ടോ വണ്ടിക്ക് കൊടുത്തിക്കണേ. ചാവി കൊണ്ടുവന്നെ കിഡിലനായിട്ടൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കൊടുത്തിക്കണം. പിന്നെ ഗൈസ്, ഞാൻ അതിൻ്റെ ഒന്ന് റൗണ്ട് ഇട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇൻസ്റ്റയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റയിലും യൂട്യൂബിൽ നമ്മൾ റീലാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് കാണാം. ഗൈസ്, അപ്പം നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നത് ഇവിടെ ലുലുമാളിൽ വന്നപ്പോഴാണ്. അമ്മലില്ല നിങ്ങളുടെ പേര്? ഏട്ടങ്ങളെ പേര് അമ്മയിൽ നിന്ന് സാറാട്ടെ നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ കാര്യങ്ങൾ തന്നത്. അപ്പോൾ ഓക്കെ, വണ്ടി സെറ്റാണ്. വണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഞാൻ ഇൻസ്റ്റയിലും കൊടുക്കുക, റീലിടാം. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് കയറി നോക്കി നോക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ അലിയത് നാസായിക്കണു, സാധനം വർക്ക് ചെയ്യണില്ല കേട്ടോ. കറണ്ട് പോയിക്കാൻ എന്താണാവോ, ഇപ്പം നാസാക്കിയാളതാ പോണു. ഒന്ന് ചിരിച്ചാ ഇങ്ങനത്തെ ഒരു ബോക്സ് കാണും. ഇങ്ങനത്തെ ഒരു ബോക്സ് JBL-ൻ്റെ. പക്ഷെ ഇത്ര എളുപ്പം വേണ്ട, ഒരു മിനിമം ഇത്രയും മതി. ബീച്ച് കൊണ്ടുപോകാനാണ്. എത്ര? 25. എവിടെ? 25,000. ആ, അങ്ങനെ. ഇത് 24,000. പിന്നെ ഇത് കമ്പനി ഏതാ? ബോട്ടാണ് അല്ലേ? ഓക്കെ ഓക്കെ, ബോട്ടിന് ഇവിടെ എത്ര? 34. പ്രൈസ് വരുന്നത് 1,49,000. 49, 69, 89. മാക് പ്രോ 164. അതൊന്നും വെറുതെ പറയാം. കോമാളി കറക്റ്റ് അല്ലേ? കറക്റ്റ് കോമാളി. ഇത് കാണുമ്പോൾ പഴയ ഓർമ്മയായിട്ട് വരുന്നത്. എല്ലാ ചൊവ്വാഴ്ചകളിലും
ശ്രീബുദ്ധൻ. ശ്രീബുദ്ധൻ എല്ലാം കൂടുതൽ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ലുലുമാൾ പോയി അവിടുന്ന് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കാണ്. അപ്പോൾ നമുക്ക് ഇനി കോട്ടയ്ക്ക് വന്നിക്കാണ്, ടിപ്സ് അങ്ങോട്ടേക്ക് വന്നിക്കാണ്. അപ്പോൾ ഞാൻ കരുതുന്നത് വെച്ചാൽ മണി ചലഞ്ച് ഇവിടെ വെച്ച് ചെയ്യാനാണ് കരുതുന്നത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണോ വയ്ക്കും എവിടേക്കും നല്ലൊരു സ്പേസ് നോക്കിയിട്ട് മണി ഹണ്ട് വെക്കും നമ്മൾ. പേയ്മെൻറ്റേ കേട്ടോ. പിന്നെ നമ്മൾ കരുതുന്നുണ്ട് 10K ഫോളോവേഴ്സ് നമുക്കായി ഇൻസ്റ്റയിൽ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോവർമാടൊന്ന് മർജ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു കിടിലം ഒരു ഗിഫ്റ്റ് അടുത്ത മണി ഹണ്ട്. ഈ മണി ഹണ്ടിന് ശേഷം അടുത്ത മണി ഹണ്ട് എന്ന് വെച്ചാൽ ചെറിയൊരു ഗിഫ്റ്റ് ആകാരം എയർപോർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ കിട്ടുന്നവർക്ക് ഒരു ഭയങ്കര ഭാഗ്യക്കാരം, ഒരു നല്ലൊരു കിടിലം എയർപോർട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, അത് ഞാൻ അപ്പോൾ അനൗൺസ് ചെയ്യാം. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ സ്റ്റേഡിയത്തിൽ വന്നിക്കാണ്. ഇവിടെ ചെറുക്കന്മാർ ക്രിക്കറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്രിക്കറ്റ് കാണുന്നുണ്ട്. കിടിലം സ്റ്റേഡിയം കേട്ടോ, കിടിലം ഗ്രൗണ്ടാണ്. അപ്പോൾ ഗൈസ് അവിടെ ക്രിക്കറ്റ് കാര്യം നടക്കുന്നുണ്ട്. കുറച്ച് നേരം ഇരുന്ന് കാണണം. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് നല്ല എന്ത് ചെയ്യാം, കോട്ടമേനകത്ത് ടിപ്സ് അങ്ങോട്ടേക്ക് പോകണ്ടോ, കയറാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, അവിടെയാണ് കയറിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മണി ഹണ്ട് കിട്ടിയ സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, തിരിക്കാം, നാട്ടിൽ പോവാം. അപ്പോൾ ഇതാണ് ഗൈസ് ഒരു ഈവനിങ് ഒരു 3:30-4 മണിയുടെ ഒരു വ്യൂ കേട്ടോ. ഇവിടുത്തെ ഓപ്പൺ ജിമ്മൊക്കെ ക്ലോസ് ചെയ്തിരിക്കണു. എക്സസൈസ് ചെയ്യാനൊക്കെ വർക്കൗട്ടിങ്ങിനൊക്കെ ക്ലോസ് ചെയ്തിരിക്കണു. ബാസ്കറ്റ് ബോളിനോടെ ഉണ്ട്. പിന്നെ അവിടെ ക്രിക്കറ്റിൻ്റെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കളിയൊക്കെ കണ്ടു. ഇതാണ് ഇവിടുത്തെ വ്യൂ ഒക്കെ. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു അടിപൊളി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ സൊറ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കോട്ടയ്ക്ക് പോയാൽ അവിടുന്ന് കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്ത് ചെയ്യാം, നേരെ കോട്ടമൈതാനത്ത് കയറാം. അപ്പോൾ ഗൈസ് അങ്ങനെ കോട്ടമൈതാനത്ത് എത്തിട്ടോ. വണ്ടിക്കാരടിച്ചിരുന്നു, ആ ഓട്ടോറിക്ഷക്കാരെ പിടിച്ചിരുന്നു തന്നെ. ഇപ്പോൾ സമ്മതി ചെയ്യുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ ഉള്ളിൽ പേ പാർക്കിംഗ് ആണ്. കാറും ബൈക്കൊക്കെ ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം. പിന്നെ അവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എങ്ങനെ കാറിന് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിൽ കയറാൻ. ഉള്ളിൽ കുറേ ഉള്ളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അത് ഉള്ളിലേക്കൊന്നും അത്രയും പോകാമെന്ന് കരുതിയിട്ടില്ല, കുറച്ച് പോകണം, അത് വെച്ച് നിർത്തണം കേട്ടോ. ബാ. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എങ്ങനെയൊക്കെ 2 ടിക്കറ്റ് എടുക്കണം, രണ്ടിടത്തും കയറണ്ടേ? എടാ മുതലുണ്ടോ അതില്? ആമുണ്ട്. ഇപ്പൊ മുതലൊന്നുമില്ല, ഇപ്പൊ തന്നെ ഉള്ളൂല്ലേ. പണ്ട് ഇവിടുത്തെ കുറെ ചരിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അറിയോ? ചരിത്രങ്ങൾ എന്ത് ചരിത്രം? ഇതില് പറഞ്ഞ കേൾക്കുള്ളൂ. എന്ത് ചരിത്രടാ? ചരിത്രം വായിക്കണോക്കല്ലേ അതറിയുള്ളൂ. ചെറിയ കോട്ടലിലൊന്നല്ലേ ഇത്? പാലക്കാടിലെ ഏറ്റവും പേര് കേട്ട സ്ഥലം. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ കോട്ടർ ഉള്ളിൽ കയറുകയാണ്. ഇതാട്ടെ ഗേറ്റ്. പിന്നെ ഇവിടുന്ന് ഒരു അമ്പലമുണ്ട്. പിന്നെ അവിടെ പോയി നേരെ ഗാർഡൻ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഗാർഡൻ എടുക്കാൻ പോകണില്ല എഴുതിയിട്ടാണ്, തീരെ വയ്യ. കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ട് ലുലുമാൾ ഫുൾ നടന്ന് ചടച്ചു പോകണമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ കയറാം. മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കൊത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ കാറ്റലയായെങ്കിൽ. ഗൈസ് അപ്പോൾ എന്താ, അപ്പോൾ നമ്മൾ അവിടെ ഒരു അമ്പലം. അപ്പോൾ ഇപ്പോൾ ഏകദേശം അന്ന് ദിവസം വന്നപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ പൂജയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് വേണമെങ്കിൽ തിരക്കുന്നു കേട്ടോ. പിന്നെ ഇത് മെയിനായി വെച്ചാൽ ഇവിടെ കപ്പിൾസാണ് കൂടുതൽ വരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ശനി ഞായറൊക്കെ വന്നാൽ ഫുൾ കപ്പിൾസിൻ്റെ ഏരിയയാണ്. ഇപ്പോൾ തന്നെ കപ്പിൾസ് നമ്മൾ ഇറങ്ങിപ്പോകൊണ്ട് വരുന്നുണ്ട്. ഫാമിലീസ് കുറേ ഉണ്ട്, കുട്ടികളും മക്കളായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. കാണാൻ ഭയങ്കര രസമാവുക. അതുകൊണ്ട് കല്ലും കൊണ്ട് പതിച്ചിട്ടൊക്കെ ഇവിടുത്തെ കിടിലം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുക്കലുണ്ട്. നമ്മൾ പിന്നെ ഫോട്ടോ എടുത്ത് കൊണ്ട് പിന്നെ ഇപ്പോഴും എടുക്കില്ല, എടുത്ത് നടന്നോ. അപ്പോൾ ഗൈസ് ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ ഗേറ്റ് വേണം ഗൈസ്, ഒടുക്കത്തെ വലിപ്പമാണ്.
ഗേറ്റ് അടിച്ചു ഏതാ വലിപ്പല്ലേ ഗേറ്റിൻ്റെ മരത്തിൻ്റെ ഗേറ്റ് തടിയാണ് ഇവിടുത്തെ തൂണുണ്ടോ തൂണ് കെട്ടില്ല തൂണാട്ടോ ഏതാ വലിപ്പം മേച്ചു വയ്ക്കൂല ഇതിൻ്റെ ഹൈറ്റൊക്കെ ഇതിൻ്റെ ഇതൊക്കെ ഞാൻ അങ്ങനെ കയറാ ഇജെന്നാ പറ്റും അവൻ്റെ പോത്തിന് അത്ര ഉണ്ട് എനിക്ക് കേട്ടോ അമ്പലത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയേക്കുന്നു അപ്പോൾ അവിടെ ഒരു വിളക്ക് കത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് അമ്പലം. ഇവിടെയാണ് നേർച്ചയും കാര്യങ്ങൾ നടക്കുക. അവിടെ പൂജാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഗാർഡനൊക്കെയുള്ള ഗേറ്റ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രേ പോകണുള്ളൂ. ഇവിടെ ഒരു വെളിച്ചം ഇങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ട്, നിലവിളക്ക്. അണ്ണാ നോക്കടാ നേരത്ത് പോയോ? എന്താ രസമല്ലേ, നല്ല ക്യൂട്ട്. 3x ഇട്ടുള്ളൂ. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പോരുവാ മതി. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ അവിടുത്തെ അമ്പലം കാര്യങ്ങളൊക്കെ കണ്ടു. എന്ത് ചെയ്യാം, ഈ ഗേറ്റിന് വലിപ്പം നോക്കില്ലേ, അമ്മോ നോക്ക്. എന്നെപ്പോലെ 3 ആൾക്ക് നിൽക്കാം എന്തായാലും. ഒടുക്കത്തെ ആയിട്ടാട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയൊരു സമ്മതിച്ചാണല്ലേ, ഓരോ കഴിവേ, ഒടുക്കത്തെ കഴിവ് തന്നെയാണ് ഓലൊക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 4-4:30 ആയിക്കോണു. അപ്പോൾ ആൾക്കാരിങ്ങനെ കൂടി വന്നുകൊണ്ട് കിടന്ന്. ചൊവ്വാഴ്ച കൂടിയാണ്. ശനി ഞായറക്കിന് വന്നാൽ ഉടുക്ക് തിരക്കക്കാരം. എന്തെങ്കിലും വേണമെങ്കിൽ വരാം, കാണാം. പിന്നെ ബെറ്റർ വെച്ചാൽ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ ബാക്കിൽ ഗാർഡൻ ഉണ്ട് അല്ലേ, ആ സൈഡിൽ. അപ്പോൾ ആ സൈഡിൽ ഗാർഡൻ ഉണ്ട്, അവിടെ നിൽക്കിയിട്ടില്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് കൊടിമരം കേട്ടോ. ഇവിടെ എപ്പോഴും വരുമ്പോൾ കൊടി ഉണ്ടാവലുണ്ട്, ഇപ്പോൾ കൊടി കാര്യമൊന്നും കാണാനില്ല. ഇവിടുത്തെ വ്യൂ വെച്ചാൽ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്താ വെച്ചാൽ, കാണില്ലേ കൊടിമരം കാണില്ലേ, ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൊടിയില്ലാത്ത കൊടിമരമാണ് മെയിൻ ഹൈലൈറ്റ്. ഇവിടെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ വരുന്നൊരു നല്ല കിട്ടിട്ട് വേണ്ട ഫുള്ള് അണ്ടക്കെട്ടി വെള്ളടാ. ഇവിടെ വരുന്ന രസം എന്ന് വെച്ചാലേ, മീൻ പിടിക്കാൻ വരുമ്പോൾ നല്ല മീൻ കിട്ടില്ലേ, പക്ഷേ മീൻ പിടിക്കാൻ അയക്കൂല. സിമ്പിൾ. നല്ല ആമുണ്ട്, ആമ, സിലോപ്പി, കുറേ മീനുകളുണ്ട്. സിലോപ്പി ഉണ്ട്, നെട്ടറുണ്ട്, വാളുണ്ട്, ഇഷ്ടംപോലെ മീനുകൾ അവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ പിടിക്കാൻ പറ്റൂല, പിടിച്ചാൽ എന്ത് ചെയ്യും, പ്രശ്നം കാര്യങ്ങളൊക്കെ ആവും. അപ്പുറത്ത് പോലീസുകാരുണ്ടാവും, നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ മീൻ പിടിച്ചിട്ട് കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ മീൻ പിടുത്തം തുടങ്ങി അവിടെ വൺ മീൻ പിടുത്ത കാര്യം. അപ്പുറത്ത് പോലീസ് അപ്പുറത്ത് ജയില്. അടിപൊളിയാണ്, സുഖമാണ്. പിന്നെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, പിടിച്ച നേരെ കയറി പോവുക, വന്ന് കൊണ്ടേക്കോളും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫുള്ള് കറങ്ങി. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പക്ഷേ അതിന് മുമ്പ് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് കുവിൽ. ഞാൻ മുമ്പത്തെ ഒരു വ്ളോഗിൽ കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കുവിൽ വെച്ചാൽ ഇൻസ്റ്റൻറ്റ് അവിൽ മിൽക്കാണ്. എവിടെ പോയാൽ ഇതേപോലെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിൽ മിൽക്ക് കുടിക്കാൻ പുതിയ പോലെ ഈ ഒറ്റ സാധനം മാത്രം മതി. ഇതിക്ക് വെള്ളം ഒഴിക്കുക, കുടിക്കുക കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വ്ളോഗ് അവസാനിപ്പിക്കാം. എന്ത് അത് കാണിച്ചു തരാം. ഓണല്ലേ ഞാൻ ഈ മൈക്കൊന്നും ഇവിടെ വെക്കട്ടെ. എന്ത് ചെയ്യാം, ഇങ്ങനെ പൊട്ടിച്ച എന്നിട്ട് തണുത്തൊരു കുപ്പി വെള്ളം എടുക്കുക. ഇതൊക്കെ ഇതിന് ഐറ്റംസ് കാണിച്ചോ, അത് ഐറ്റംസ് വരുന്നു കേട്ടോ. എന്നിട്ട് കുപ്പി വെള്ളം ഒഴിച്ചാൽ ഫുള്ളാക്കി വെച്ചു. എന്നിട്ട് നടക്കുക. നന്നായിട്ട് ഇങ്ങനെ കുടിക്കട്ടോ.
ഓക്കെ ഇപ്പോൾ ഏകദേശം അയക്കണം. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതൊരു ഒരു കട്ടി കിട്ടും. ആ കട്ടി കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് കുലിക്കാൻ വേണ്ടിട്ടോ, ഓവർ കുലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു കട്ടി തോന്നിക്കും നമുക്ക്. ഇപ്പം ഏകദേശം സാധനം അയക്കണം. പിന്നെ നമുക്ക് ഷുഗർ കാരണം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ ഓൾറെഡി ഷുഗർ ഉണ്ട് കേട്ടോ. എന്ത് ചെയ്യാം, അതാ അരി ഉണ്ടാക്കി കൊടുക്കണം. കുറച്ചുകൂടെ കഴിച്ചോ വെള്ളം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണം ഇത് കുടിക്കാം. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിക്കോട്ടോ. തൊഴിലും മൊത്തം അവലും ഇതൊക്കെയാണ്, അവിടെ പാരാൻ പെട്ടെന്ന് പറ്റില്ല. അങ്ങനെ കുടിക്കുമോ, കറക്കി കറക്കി കുടിക്കുമോ? അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഈ ഒരു എളിയ വ്ളോഗ്, ചെറിയ വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കൂവിൽ വാങ്ങേണ്ട കൂവിൽ വാങ്ങേണ്ട നമ്പർ ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർക്ക് അല്ല താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക പോയി വാങ്ങുക. അപ്പോൾ ഓക്കെ, ആ കിളി പോയ അവസ്ഥയ്ക്കും കുറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ എന്താ പിന്നെ നമ്മളെ മണി ഹണ്ട് എന്ത് ചെയ്യാം റീലാക്കിയിട്ട് ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ ഇട്ടോളാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് അത് എടുക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബായ്.